50 രാജ്യങ്ങളിൽ നിന്ന് 44 കപ്പലുകൾ, ചില്ലറക്കാരൊന്നുമല്ല, ലോകത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ടുള്ള ആക്ടിവിസ്റ്റുകൾ, വിവിധ രാജ്യങ്ങളുടെ സപ്പോർട്ട്, സ്പെയിൻ്റെ സപ്പോർട്ടോടെയും മലേഷ്യയുടെ സപ്പോർട്ടോടെയൊക്കെയുള്ള കപ്പലുകളാണ് ഇതിൽ വരുന്നത്. അത്രയും പ്രധാനപ്പെട്ട ആളുകൾ, ആക്ടിവിസ്റ്റുകൾ, ഡോക്ടർമാർ, മാധ്യമപ്രവർത്തകർ, തുടങ്ങിയിട്ടുള്ള എല്ലാ സെക്ടേഴ്സിൽ നിന്നുള്ള ആളുകൾ എത്ര വർഷങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു സംഘം വരികയാണ്. ഗസ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ താല്പര്യം മാത്രമാണ്, ബാക്കി എല്ലാവരും ഇസ്രായേലിൻ്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന കുറേ പേരെ നമ്മൾ ഇതിൻ്റെ താഴെയും കാണാൻ കഴിയും. അപ്പം അങ്ങനെയല്ല, ലോകത്തെ മനുഷ്യന്മാർ റിസ്ക് എടുക്കുകയാണ്. ഇസ്രായേൽ കൊല്ലും എന്നൊക്കെയുള്ള പേടിച്ചിട്ടും ഏറ്റവും അപകടകരമായ വാട്ടർ ഏരിയയിലേക്ക് അവർ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന മനുഷ്യന്മാരെ ഇവരൊക്കെ. പക്ഷെ അവർ ആ റിസ്ക് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ എന്താണ്, ലോകം ഫലസ്തീൻ കോസിൻ്റെ കൂടെയും ഫലസ്തീനിലെ ഗസയിലെ മനുഷ്യന്മാരുടെ കൂടെയും നിൽക്കുന്നതാണ് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യം. ലോകം മുഴുവനുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണകൂടങ്ങളിൽ നിന്നുള്ള സപ്പോർട്ട് അവർക്കുണ്ട്. അതിനിപ്പോൾ വിജയിച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഇത് ഭയങ്കര ആശ്വാസദായകമായ കാഴ്ചയാണ്. ലോകത്തിൻ്റെ ഒരു സോളിഡാരിറ്റി, ഒരു ഐക്യദാർഢ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപാട് മനുഷ്യർ ഗസയ്ക്ക് വേണ്ടി, നമ്മൾ ചില ആൾക്കാർ ഗസയ്ക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്നു, അല്ലെങ്കിൽ ഗസയ്ക്ക് വേണ്ടി അഭിപ്രായങ്ങൾ മാത്രം പറയുന്നു, ഗസയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രം ഇടുന്നു. അങ്ങനെയല്ല, ഗസയ്ക്ക് വേണ്ടി വേണമെങ്കിൽ മരിക്കാനും, ഇസ്രായേലിൻ്റെ ആക്രമണത്തിൻ്റെ ഡ്രോൺ വന്ന് വീണാൽ അതിനകത്ത് ചാമ്പലാവാനും സന്നദ്ധരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യർ ആ യുദ്ധഭൂമികയിലേക്ക് പോകാൻ ഇറങ്ങിത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ഗസയും അതിൻ്റെ ആ പൊളിറ്റിക്കൽ കോസും കൂടുതൽ വ്യാപ്തി നേടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ നിലയ്ക്ക് ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. ഞങ്ങൾ കൊടുത്തോളാം എന്നുള്ള ഏർപ്പാട് വേണ്ട, ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങളാരാ കൊടുക്കാൻ? നിങ്ങൾക്ക് അങ്ങനെ തടയാൻ എന്താണ് അധികാരം? ഇവരുടെ വാട്ടർ ഏരിയയിൽ തടയാനും കടന്നു കയറാനും നിയന്ത്രണം ഏർപ്പെടുത്താനും ബ്ലോക്കേഡ്സ് വെക്കാനുള്ള നിങ്ങളുടെ അവകാശം എന്താണ്? ആ അവകാശത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു തത്വശാസ്ത്ര നിലപാടാണ്. ആ നിലപാടിന് വേണ്ടിയായിരുന്നു. പഞ്ചസാര കൊടുക്കാൻ വരുന്നതല്ല. ശരി, നമ്മളിത് കാണേണ്ട ഒരു കാര്യം എന്നറിയാമോ? ഇപ്പോഴും നമ്മുടെ ഈ ഇന്ത്യയിൽ മാത്രം ഈ വിഷയം കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഇത് ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ പ്രശ്നമാണ്, പ്രത്യേക മതക്കാരുടെ പ്രശ്നമാണ്, ലോകത്തിന് ഇത് കൺസേൺ അല്ല എന്നാണ്.